നമസ്കാരം എല്ലാവർക്കും, വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്കിന്ന് റിലേഷൻഷിപ്പ് റീഡിംഗ് നോക്കാം. ഓക്കെ, ലെറ്റ്സ് സീ. നിങ്ങൾ തമ്മിലിപ്പോൾ സെപ്പറേഷൻ, നോ കോണ്ടാക്ട്, അല്ലെങ്കിൽ ജസ്റ്റ് നിങ്ങൾ തമ്മിൽ അധികം സംസാരമില്ല എന്ന് വിചാരിക്കാം. ഓക്കെ, നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ അധികം കോണ്ടാക്ട് ഇല്ല എന്ന രീതിയിലൊക്കെ ആണെങ്കിൽ, സംസാരം ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും അവരധികം ഓപ്പണായിട്ട് എക്സ്പ്രസ് ചെയ്യുന്നില്ല, പറയുന്നില്ല അല്ലേ, നിങ്ങളുടെ അടുത്ത് അധികം അറ്റാച്ച്മെന്റ് ഇല്ലാത്ത പോലെ തോന്നുന്നു എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, നമുക്ക് ജസ്റ്റ് നോക്കാം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളില്ലാതെ ഹാപ്പി ആണോ. നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും അവർ ഓക്കെയാണ്, അവർ ഹാപ്പിയാണ്, അവരെന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ, എന്നെ വേണ്ട അതാണ് എന്ന രീതിയിൽ നിങ്ങളുടെ മനസ്സിൽ വരുന്നുണ്ടാവും. നമുക്ക് നോക്കാം അവർ നിങ്ങളില്ലാതെ ഹാപ്പി ആണോ, അവരുടെ ലൈഫിൽ ഇപ്പം എന്താ നടക്കുന്നത് എന്ന രീതിക്ക് നോക്കാം. ആൻഡ് നിങ്ങളോടുള്ള ഫീലിങ്സ് എന്ത് തോന്നുന്നു എന്നൊക്കെ നോക്കാം. അപ്പം നമുക്ക് ഒരു ഐഡിയ കിട്ടും അല്ലേ, അവർ നിങ്ങളില്ലാതെ ഹാപ്പി ആണോ, അവരുടെ ലൈഫിൽ ഇപ്പോൾ അവർ ഓക്കെ ആണോ, അവരുടെ ലൈഫിൽ എന്താ നടക്കുന്നത് നോക്കാം. ഓക്കെ, ഹെറോഫന്റ് കാണുന്നുണ്ട്, കിങ് ഓഫ് സോർഡ്സ്, സ്ട്രെങ്ത് കാർഡ്, ചാരിയറ്റ്, 3 of Pentacles, High Priestess. നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ ഇപ്പം എന്താണ് എന്നാണ് നമ്മൾ നോക്കാൻ ശ്രമിക്കുന്നത്. ഓക്കെ, 4 of Swords, 10 of Swords. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് അവരെ ഹാപ്പി ആണെന്ന് തോന്നുന്നുണ്ടോ? ഓക്കെ 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 അവര് ഹാപ്പിയാണ് എന്ന് തോന്നുന്ന ആൾക്കാർ ഇപ്പോൾ ഇവിടെ റീഡിങ് നിർത്തി പോയിക്കോളാം. ഈ കാർഡ്സ് ഒക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടേണ്ടതാണ്. ഓക്കെ, നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്നറിയില്ല. ഫസ്റ്റ് ഓഫ് ഓൾ ഇത് 10 of Wands ആണ്, 4 of Swords ആണ്, 10 of Swords ആണ്. ഓക്കെ, ആൻഡ് ഇവിടെ ക്വീൻ ഓഫ് സോഡ്സ് ഉണ്ട്. ഇവിടെ ഓൾറെഡി കിങ് ഓഫ് സോഡ്സ് ഉണ്ടായിരുന്നു, ക്വീൻ ഓഫ് സോഡ്സ് ഉണ്ട്, ജസ്റ്റിസ് ഉണ്ട്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ ഓക്കെ ഒരു മാരീഡ് പേഴ്സൺ ആയിരിക്കാം. ഓക്കെ, ഓൾറെഡി മാരേജ് കഴിഞ്ഞവരായിരിക്കാം, അല്ലെങ്കിൽ മാരേജ് ചെയ്യാൻ പോകുന്നു എന്ന് പറയാം. മേ ബി കാരണം ഇവിടെ ഒരു ഹൈറഫന്റ് ഉള്ളതുകൊണ്ട് ഞാനത് പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെ മാത്രം വേറെ റിലീജിയൻ ആയിരിക്കാം ചിലവർക്ക്. ഓക്കെ, അങ്ങനെയും പറയാം. നിങ്ങൾ തമ്മിൽ റിലീജിയൻ വേറെ ആയിരിക്കാം. നിങ്ങളുടെ ചിലപ്പോൾ നിങ്ങൾ ഓൾറെഡി മാരീഡ് ആയിരിക്കാം, നിങ്ങളെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് എന്ന രീതിക്കായിരിക്കാം, അങ്ങനെയാവാം. ഓക്കെ, എന്തായാലും ഇപ്പോൾ പക്ഷെ കൂടുതലും ഇവിടെ എനിക്കൊരു മാരേജ് സിറ്റുവേഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ക്വീൻ ഓഫ് സോർട്സ് നമുക്ക് ഇവിടെ വന്നുകൊണ്ട്. ആൻഡ് ജസ്റ്റ് സെക്കൻഡ് ഇവിടെ. സോ ഓക്കെ, ഇവിടെ വയ്ക്കാം. അപ്പം നിങ്ങളുടെ പേഴ്സൺ ഒരു മാരീഡ് ആണ് എന്ന രീതിക്ക് പറയാം. ഓക്കെ, ആൻഡ് ഇവിടെ സ്ട്രെങ്ത് കാർഡ് ഉണ്ട്. അതായത് നിങ്ങളുടെ പേഴ്സൺ അവിടെ ആ സിറ്റുവേഷനിൽ പിടിച്ചു നിൽക്കുന്നുണ്ട്. ഓക്കെ, അവർ അവിടെ ഒരു സ്ട്രെങ്ത് വെച്ച് പിടിച്ചു നിൽക്കുന്നു എന്ന് പറയാം. ആ സിറ്റുവേഷനെ മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നു എന്ന രീതിക്ക് പറയാം. സ്ട്രോങ് ആയിട്ട് മറ്റുള്ളവരെ മുമ്പിൽ കാണിക്കുന്നു എന്ന് പറയാം. ഓക്കെ, ഇവിടെ പക്ഷേ കിങ് ഓഫ് സോർഡ്സ് ആണ്. കിങ് ഓഫ് സോർഡ്സ് എനർജി ഒരിക്കലും ഒരു സന്തോഷമായൊരു ഫീലിംഗ് അല്ല വരുന്നത്. ഓക്കെ, ആൻഡ് ഇവിടെ ക്വീൻ ഓഫ് സോർഡ്സും ഉണ്ട്. സോ അവർ മാരീഡ് ആണെങ്കിൽ പാർട്ട്ണറുമായിട്ട് ഡെഫിനറ്റ്ലി ഒരു നല്ല ഇമോഷണൽ ബന്ധമാണെന്ന് പറയാൻ പറ്റില്ല. അവർ കപ്പിളായിരിക്കും, യെസ് കപ്പിളാണ്. ലോകത്തിൻ്റെ മുമ്പിൽ അവർ സ്ട്രോങ് ആയിട്ട് കാണിക്കുന്നുണ്ടാവാം. പക്ഷെ അവർ ഇമോഷണൽ അറ്റാച്ച്മെന്റ് എന്ന രീതിക്ക് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ഓക്കെ, പരസ്പരം ഒരു എന്താ പറയുക, ഈ ലോകത്തിനെ കാണിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം. ഒരു കൺട്രോളിങ് നേച്ചർ ഉണ്ടാവാം. നിങ്ങളുടെ പേഴ്സൺ അങ്ങോട്ടും ഇങ്ങോട്ടും അവർ കൺട്രോൾ ചെയ്യുന്നുണ്ടാവാം, ഒരു കൺട്രോൾ വെച്ച് ബിഹേവ് ചെയ്യുന്നു എന്ന് പറയാം. ഓക്കെ, പരസ്പരം ചില സമയത്ത് പറയുന്ന സംസാരത്തിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഹേർട്ട് ചെയ്യുന്ന തരത്തിൽ ചില സംസാരങ്ങൾ വരും. പക്ഷേ അതൊക്കെ ഉണ്ടെങ്കിലും അവർ മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്, ഇല്ല എന്ന് പറയാൻ പറ്റില്ല. അവർ മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്, സ്ട്രോങ് ആയിട്ട് അവരവിടെ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് എന്നെല്ലാം പറയാം. ഓക്കെ, ആൻഡ് ജസ്റ്റിസും ഉണ്ട്. സോ പറയില്ലേ നമ്മൾ ലീഗലി ഒരു മാരേജ് കഴിഞ്ഞ ആ ഒരു സിനാരിയോ തന്നെയാണ് ഇവിടെ ഫീൽ ചെയ്യുന്നത്. മെയിൻലി ആ ഒരു കാര്യം തന്നെയാണ് കാണുന്നത്. നിങ്ങൾ ഓൾറെഡി ചിലപ്പോൾ മാരീഡ് ആണെങ്കിൽ ഓക്കെ, നിങ്ങൾ തമ്മിലൊരു ഫൈറ്റ് വന്നു എന്നും പറയാം. ഓക്കെ, ആ രീതിക്കും പറയാം. ചിലവർക്ക് നിങ്ങൾ തമ്മിലൊരു സെപ്പറേഷൻ അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലൊരു ഡിറ്റാച്ച്മെന്റ് വന്നിട്ടുണ്ട് എന്നും പറയാം ഇവിടെ. ഓക്കെ, പക്ഷെ അതിനേക്കാളും കൂടുതൽ എനിക്കിവിടെ നിങ്ങളുടെ പേഴ്സൺ മാരീഡ് ആണ്.
ആ രീതിക്കാണെങ്കിൽ അവർ സ്ട്രെങ്ത് മെയിൻറ്റെയിൻ ചെയ്ത് അവർ ആ ഒരു റിലേഷൻഷിപ്പിനെ അവർ സ്ട്രെങ്തൻ ചെയ്ത് എന്ന് വെച്ചാൽ പിടിച്ച് നിൽക്കുന്നുണ്ട് അതിൽ. ഓക്കെ, ഒരു പ്രശ്നമൊന്നും വരാതെ അവർ മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. ആൻഡ് ചാരിയറ്റ് ആണ്. സോ ചാരിയറ്റ് എന്ന് പറയുമ്പോൾ ഇത് ചില യാത്രകളുടെ കാര്യം പറയാം നമുക്കിവിടെ. മേ ബി അവർ വല്ല യാത്രയ്ക്കൊക്കെ പോയിട്ടുണ്ടാവാം. കാര്യം ഇവിടെ ഒരു സെലിബ്രേഷൻ്റെ കാർഡ് ഞാൻ കണ്ടിരുന്നു. 7 ഓഫ് പെൻറ്റിക്കിൾസ് ഉണ്ട്, ഇത് 3 ഓഫ് കപ്സ് ഉണ്ട്. ആക്ച്വലി 7 ഓഫ് കപ്സ് സാധാരണ 7 ഓഫ് പെൻറ്റിക്കിൾസ് സാധാരണ നമ്മൾ ഗ്രോത്ത് ഇല്ല റിലേഷനിൽ എന്ന രീതിക്ക് പറയാം. പക്ഷെ ഇവിടെ എനിക്ക് എവിടെ ഈ ഒരു കുട്ടിയെ കണ്ടപ്പോൾ എനിക്ക് കുട്ടികൾക്ക് വേണ്ടിയിട്ട് എന്ന രീതിക്കൊക്കെ എനിക്ക് ഫീൽ ചെയ്തു. കുട്ടികൾ ഫാമിലി ഒക്കെ ആയിട്ട് ചിലപ്പോൾ മേ ബി വല്ല യാത്രയ്ക്ക് പോയിട്ടുണ്ടാവാം. ഇപ്പോൾ ലീവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഞാൻ ആ ഒരു സിറ്റുവേഷൻസ് ബേസ് ചെയ്തുകൂടി പറയുകയാണ്. ഓക്കെ, ഇപ്പോഴത്തെ വെക്കേഷനോ ലീവോ ഒക്കെ കാരണം മേ ബി യാത്രകൾക്കൊക്കെ പോയിട്ടുണ്ടാവാം. അവർ ഹാപ്പി ആയിട്ട് എല്ലാം പുറത്ത് കാണിക്കുന്നത് അങ്ങനെ തന്നെയാണ്. ഓക്കെ, ഞാൻ 3 ഓഫ് പെൻറ്റിക്കിൾസും ഉണ്ട് ഇവിടെ, 3 ഓഫ് കപ്സ് ഉണ്ട്. സോ ഡെഫിനറ്റ്ലി തേർഡ് പാർട്ടി കാർഡ് ഇവിടെ വളരെ ക്ലിയർ ആണ്. ഹൈ പ്രീസ്റ്റസ് ഉണ്ട്, തേർഡ് പാർട്ടി സിറ്റുവേഷനിലാണ് നിങ്ങൾ എന്നുള്ളത് ക്ലിയർ ആണ്. നിങ്ങളുടെ പേഴ്സൺ എല്ലാം മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്, മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് എന്ന രീതിക്ക് തന്നെയാണ്. ഓക്കെ, അവരിപ്പോൾ ഹാപ്പി ആയിട്ടൊക്കെ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. നിങ്ങൾക്ക് കാണുമ്പോൾ അവർ എവിടെയെങ്കിലും യാത്രകൾ പോകണു, ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്നൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാവും. ഓക്കെ, പക്ഷെ ഇവിടെ ഒരു ആക്ച്വൽ നമ്മൾ ശരിക്കും മനസ്സിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഉള്ളിലുള്ള ഒരു സ്റ്റോറി എന്ന് പറയുകയാണെങ്കിൽ ഹൈ പ്രീസ്റ്റസിൻ്റെ ഉണ്ട്. ഡെഫിനറ്റ്ലി തേർഡ് പാർട്ടി ആയിട്ട് ഇവരൊരു നല്ലൊരു റിലേഷനാണെന്ന് പറയാൻ പറ്റില്ല. തേർഡ് പാർട്ടിയുമായിട്ട് ഒരു ബന്ധത്തിൽ പെട്ടിട്ടുണ്ട് എന്ന് പറയാം. എനിക്ക് അതിൽ ഹാപ്പിനെസ് ഒന്നുമില്ല. അവർക്ക് അതിൽ സ്റ്റക്കായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അവർക്ക് പെട്ട് നിൽക്കുന്ന പോലെ ഒരു ഫീലിംഗ് ആണ്, ടെൻഷനാണ്, സ്ട്രെസ്സാണ്. ഓക്കെ, അവരിങ്ങനെ കണ്ണടച്ചിങ്ങനെ എന്താ പറയുക, പക്ഷേ നടക്കുന്ന വഴി എപ്പോൾ വേണമെങ്കിലും വീഴാം എന്ന് പറഞ്ഞ പോലെയൊക്കെയാണ്. ഓക്കെ, 10 ഓഫ് വാൻഡ്സ് പറയുമ്പോൾ നമ്മളൊരു ബേർഡൻ, ഒരു ഭാരം നമ്മുടെ മേലെ എടുത്തു വെച്ചതാണ് ശരിക്കും പറയാം നമ്മൾ. ഓക്കെ, ഇത് എന്താ പറയുക, ലൈഫിൽ നമ്മുടെ ഒരു മേലെയുള്ള റെസ്പോൺസിബിലിറ്റി എന്ന രീതിക്ക് നമുക്ക് പറയാം. അതവർ മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നു എന്ന് മാത്രം. ആൻഡ് അതിൻ്റെ സ്ട്രെസ് ഒരുപാടുണ്ട്. 4 ഓഫ് സോർട്സ്, ചിലവർക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവാം. ഓക്കെ, നിങ്ങളുടെ അടുത്ത് സൈലൻ്റ് ആയിരിക്കും. അതുമാത്രമല്ല, ഐ തിങ്ക് ഇവിടെ ഹെൽത്ത് ഇഷ്യൂസ് എനിക്ക് കാണുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ സ്ട്രെസ്സായിട്ട് എന്തെങ്കിലുമൊക്കെ അവർക്ക് പല ബേർഡനും ഉണ്ടാവാം, പല ടെൻഷനും ഉണ്ടാവാം. അവർ സ്ട്രെസ്സായിട്ട് കാണുന്നുണ്ട്. ചിലവർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ വരെ ഫേസ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അഗെയിൻ 10 ഓഫ് സോർട്സും കൂടിയാണ്. 10 ഓഫ് വാൻഡ്സ്, 10 ഓഫ് സോർട്സ്. ഇതിലും കൂടുതൽ ഒരു ബേർഡൻ, ഒരു മനുഷ്യൻ്റെ മേലെ ശരിക്കും ഇടാവുന്നതിൻ്റെ ഏറ്റവും വലിയ ബേർഡൻസ് ആണ് ഇവിടെ കാണുന്നത്. ഫിസിക്കലി അവർ ലൈക്ക് എഫേർട്ട് ഇട്ട് എല്ലാം ചെയ്യുന്ന കാര്യങ്ങൾ, മറ്റുള്ളവർക്ക് വേണ്ടി എല്ലാം ചെയ്യുന്നു. അവരുടെ മേലെയുള്ള റെസ്പോൺസിബിലിറ്റി ഫാമിലിയുടെ ആവാം, ഫാമിലിയുടെയും കരിയറിൻ്റെയും എല്ലാം അവരുടെ മേലെ ഒരു ബേർഡൻ ഉണ്ട്. നല്ലോണം ഒരു അവർ എഫേർട്ട് ഇട്ട് എല്ലാം ചെയ്യുന്ന ഒരു ഭാരമായിട്ട് അവരുടെ മേലെ ഉണ്ട് എന്ന് തന്നെ പറയാം. ആൻഡ് ഇവിടെ 10 ഓഫ് സോർട്സ് പറയുമ്പോൾ നമ്മൾ അത്രയും മെൻ്റൽ സ്ട്രെസ്സിൻ്റെ കാര്യമാണ് പറയുക. ഫിസിക്കലി മെൻ്റലി എല്ലാം ഒരു സ്ട്രെസ് അനുഭവിക്കുന്നതായിട്ടും ആരോഗ്യപരമായിട്ട് പ്രശ്നം. ആരോഗ്യം മീൻസ് അത് ഇവിടെ ഐ തിങ്ക് 2 തരത്തിലും കാണുന്നുണ്ട്. ഫിസിക്കൽ ഹെൽത്തും മെൻ്റൽ ഹെൽത്തും രണ്ടും സ്ട്രെസ് കാര്യങ്ങൾ എന്ന രീതിക്കാണ് എനിക്ക് ഇവിടെ കാണുന്നത്. ഓക്കെ, ആൻഡ് ഇവിടെ യെസ് അഗെയിൻ 10 ഓഫ് പെൻറ്റിക്കിൾസ്. അവർ ഫാമിലി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, ഫാമിലിയുടെ കാര്യങ്ങൾ നടന്നു പോകാൻ വേണ്ടിയിട്ട് ഫൈനാൻഷ്യൽ സ്ട്രഗിൾസ് ഉണ്ടാവാം അവർക്ക്. ഓക്കെ, ഫൈനാൻഷ്യലി ഫാമിലിയെ നല്ലോണം മെയിൻറ്റെയിൻ ചെയ്ത് വെക്കണം എന്ന രീതിക്ക് അവർ കൊണ്ടുപോകുന്നുണ്ടാവും. ഓക്കെ, അതിന് വേണ്ട എഫേർട്സ് എല്ലാം അവരിടുന്നുണ്ട്. പക്ഷേ ഒരു സന്തോഷം എന്ന ഇവിടെ സത്യം പറഞ്ഞാൽ നമ്മൾ ഈ കപ്സ് എനർജി പറയും. ഓക്കെ, ഇതിലിവിടെ നമ്മൾ വോൺസ് ഉണ്ട്, സോഡ് ഉണ്ട്. നിങ്ങൾക്ക് ഒരുവിധം അറിയായിരിക്കും ഇപ്പം തന്നെ. പെൻറ്റിക്കിൾസ് ഉണ്ട്. പെൻറ്റിക്കിൾസ് ഒക്കെ പറയുമ്പോൾ സ്റ്റെബിലിറ്റി, ലൈഫിൻ്റെ അങ്ങനെ ഞാൻ നിങ്ങൾക്ക് ടാരോ തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് തരികയാണ് ഓൾമോസ്റ്റ് കേട്ടോ. ഇതിൽ കപ്സ് എവിടെയും വന്നിട്ടില്ല. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഈ ഒരു കപ്പ് മാത്രമേ ഉള്ളൂ. 3 ഓഫ് കപ്സ് ആണിത്. എന്നുവെച്ചാൽ ഫ്രണ്ട്സിൻ്റെ കൂടെ അല്ലെങ്കിൽ വെറുതെ ഫാമിലിയുടെ കൂടെ ഒരു ഔട്ടിങ് അല്ലെങ്കിൽ ഒരു സെലിബ്രേഷൻ, ഒരു അങ്ങനത്തെ കാര്യമാണ് കാണുന്നത്. അല്ലാതെ ഇവരുടെ ഒരു മെൻ്റൽ ഹെൽത്തോ മെൻ്റൽ ഒരു സന്തോഷമോ അവർ തേർഡ് പാർട്ടി ഉണ്ടെങ്കിൽ തന്നെ തേർഡ് പാർട്ടിയോടൊരു സ്നേഹമായിട്ടോ അങ്ങനെയല്ല കാണുന്നത്. ഓക്കെ, സ്റ്റക്കായിട്ട് ഫീൽ ചെയ്യുന്നു അവരെ സിറ്റുവേഷൻ തന്നെ സ്റ്റക്കാണ് ശരിക്കും പറഞ്ഞാൽ. ഓക്കെ, യെസ് ഡെവിൾ കാർഡ് എല്ലാം കുറേ നെഗറ്റീവ് ഉണ്ട് ഇവിടെ, ഞാൻ പറയുന്നില്ല. ഓക്കെ, പക്ഷെ അവർ ഐ തിങ്ക് ലീഗലി മാരീഡ് ആണ്. സോ അതുകൊണ്ട് നമ്മളത് മാനേജ് ചെയ്യണം, മെയിൻറ്റെയിൻ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കാം ഇവിടെ സിറ്റുവേഷൻ അങ്ങനെയാണ് കാണുന്നത്. പക്ഷെ നിങ്ങൾക്ക് കാണുമ്പോൾ തോന്നുന്നുണ്ടാവും മേ ബി അവർ ഹാപ്പി ആയിട്ട് നടക്കണോ, എവിടേക്കോ യാത്ര പോകണോ, എന്തൊക്കെയോ ചെയ്യണോ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. പക്ഷെ ഇവിടെ ഒരു ആക്ച്വൽ സന്തോഷം എന്ന രീതിക്ക് ഇവിടെ എനിക്ക് കാണുന്നില്ല. ഓക്കെ, നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടോ, നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ടോ എന്ന് നിങ്ങളുടെ ഭാഗത്തേക്ക് നമുക്കൊരു ഫീലിങ്സ് ആയിട്ട് ഒന്ന് എടുക്കാം. അവരുടെ ഭാഗത്തുനിന്ന് എനിക്ക് യാതൊരു ഇതും ഫീൽ ചെയ്യുന്നില്ല കേട്ടോ. ഓക്കെ, ലെറ്റ്സ് സീ. നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ടോ, അവരിപ്പോൾ നിങ്ങളുടെ അടുത്ത് കമ്മ്യൂണിക്കേഷൻ ഇല്ല, നിങ്ങളുടെ അടുത്ത് മാറി നിൽക്കുകയാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ അവർ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടോ. 5 wands, 7 of cups, Page of cups. ഇപ്പോഴാണ് കപ്സ് എനർജി വന്നത്. നിങ്ങളെക്കുറിച്ച് നോക്കുമ്പോഴാണ് കപ്സ് എനർജി വരുന്നത്.
ഓക്കെ, വീൽ ഓഫ് ഫോർച്യൂൺ ഉണ്ട് ഇവിടെ. നമ്മൾ മിസ് ചെയ്യുന്നുണ്ടോ? ഇവറിനെ മിസ് ചെയ്യും. ഞാൻ കപ്സിനെ കുറിച്ച് ഞാൻ പറഞ്ഞേ ഉള്ളൂ. യെസ്, ഈശ്വര, ഇനി എന്തെങ്കിലും വേണോ? ഇത്രയും നേരം ആദ്യത്തെ നമ്മൾ നോക്കിയപ്പോൾ അവരെ ലൈഫ് അവർ ഹാപ്പി ആണോ എന്ന് നോക്കിയപ്പോൾ നമുക്ക് സന്തോഷത്തിന്റെ ഒരു കാർഡ് നമുക്ക് കണ്ടില്ല അല്ലേ. അവരെ മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടിയുള്ള ചില കാര്യങ്ങൾ കണ്ടു എന്നല്ലാതെ ഇവിടെ കാണുന്നത് അവരുടെ ലൈഫിൽ കോൺഫ്ലിക്ട്സ് ഉണ്ട് എന്നാണ്. ഓക്കെ, അവരുടെ ലൈഫിൽ ചില കോൺഫ്ലിക്ട്സ് നടക്കുന്നുണ്ട്. അവർ ഓപ്ഷൻസിനെ കുറിച്ച് ആലോചിക്കുന്നു. ഓപ്ഷൻസ് എന്ന് പറയുമ്പോൾ നിങ്ങളാണ്. ഓക്കെ, ഇവിടെ നമ്മൾ പറയുന്നത് നിങ്ങളെക്കുറിച്ചാണ്. നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ടോ എന്നാണ്. അപ്പോൾ അവർ ഓപ്ഷൻസിനെ കുറിച്ച് ആലോചിക്കുന്നു. അവർ ലൈഫിൽ അവർ സന്തോഷങ്ങളൊന്നുമില്ല. അപ്പോൾ അവർ ശരിക്കും ഒരു ഫീലിങ്സ് അവിടെ അവർ ആലോചിക്കുന്നത് നിങ്ങളെക്കുറിച്ചാണ്. നിങ്ങളോടുള്ള ഫീലിങ്സ് ഉണ്ട് തീർച്ചയായിട്ടും. ഓക്കെ, നിങ്ങളോട് സംസാരിക്കണം, നിങ്ങളോട് മെസ്സേജ് ചെയ്യണം, എക്സ്പ്രസ് ചെയ്യണം, നിങ്ങളുടെ ഫീലിങ്സ് അവർക്ക് ഉണ്ട് എന്ന് തന്നെയാണ്. ഓക്കെ, വീൽ ഓഫ് ഫോർച്യൂൺ അവർ ഒരു സമയത്തിൻ്റെ വേണ്ടി കാത്തിരിക്കുകയാണ്. എനിക്ക് സമയം മാറി വരാൻ അവർ കാത്തിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും ഒരു ചാൻസ് കിട്ടുമോ എന്നവർ വെയിറ്റ് ചെയ്യുകയാണ് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ, നിങ്ങളോട് സംസാരിക്കാൻ. എന്തെങ്കിലും നിങ്ങൾ തമ്മിലൊരു സെപ്പറേഷൻ ആയാലും ശരി, ജസ്റ്റ് സാഹചര്യം കൊണ്ട് സംസാരിക്കാൻ പറ്റാതെ ആയാലും ശരി, അവർ ആ സമയം ഒന്ന് മാറി വന്ന് നിങ്ങളുടെ അടുത്ത് എങ്ങനെ എപ്പോഴാണ് സംസാരിക്കുക എന്ന രീതിക്ക് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഏസ് ഓഫ് വാൺസ് ആൻഡ് ഏസ് ഓഫ് കപ്സ് ആണ് ഇവിടെ. കപ്സ് ഞാൻ നേരത്തെ ഇതാണ് എക്സ്പ്ലെയിൻ ചെയ്തത്. ഇത്രയും നേരം അവരുടെ ലൈഫിൽ ഒരു സന്തോഷം നമ്മൾ ഇത്ര നേരം കണ്ടില്ല. ഒരു ഫീലിങ്സ് വൈസ്, ഇമോഷൻ വൈസ് ഒരു സന്തോഷം എന്ന രീതിക്ക് നമ്മൾ കണ്ടില്ല. ഇവിടെ എത്തിയപ്പോഴാണ്, നിങ്ങളെക്കുറിച്ച് നോക്കുമ്പോഴാണ് കാണുന്നത്. സോ അവരുടെ മനസ്സിൽ ആ ഫീലിംഗ് ശരിക്കും അവർക്ക് അറിയാം. ദറ്റ് നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോഴാണ് അവർക്ക് ആ സന്തോഷം കിട്ടുന്നത്. നിങ്ങളുടെ അടുത്ത് വരുമ്പോഴാണ് ആ ഒരു അറ്റാച്ച്മെന്റ്, സ്നേഹം, സന്തോഷം എല്ലാം അവർ ഫീൽ ചെയ്യുന്നത് നിങ്ങളുടെ അടുത്ത് വരുമ്പോഴാണ്. ഓക്കെ, ആൻഡ് ഇവിടെ പേജ് ഓഫ് സോർട്സ് ഉണ്ട്. പേജ് ഓഫ് സോർട്സ് ഉണ്ട് എന്ന് വെച്ചാൽ നിങ്ങളെ സ്റ്റോക്ക് ചെയ്യുന്നു എന്ന് പറയാം. ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് നേരിട്ട് സംസാരിക്കുന്നുണ്ടാവില്ല, പക്ഷെ അവർ നിങ്ങളെക്കുറിച്ച് അറിയാൻ ശ്രമിക്കുന്നുണ്ട്, നിങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് അറിയാൻ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, അവർ നിങ്ങളെ കോൺടാക്ട് ചെയ്യാൻ അവർക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യുന്നത്, അവർ നിങ്ങളെ സംസാരിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അവർക്ക് തോന്നുന്നത് നിങ്ങളും എന്തെങ്കിലും ചെയ്യുന്നുണ്ടാവോ, നിങ്ങൾ എന്താ ചെയ്യുന്നത് എന്നൊക്കെ അവർ അറിയാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളറിയാതെ അവർ നിങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇവിടെ കിങ് ഓഫ് കപ്സ്, ക്വീൻ ഓഫ് വോൺസ് ആൻഡ് 8 ഓഫ് വോൺസ് ആണ്. സോ നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്താ ഓർക്കുന്നത് നോക്കൂ. അവരുടെ ലൈഫിൽ ഇപ്പോൾ വേറെ തേർഡ് പാർട്ടി ഉണ്ടെങ്കിൽ തന്നെ എന്താണ്, സോർഡ്സ് എനർജിയാണ്. അവിടെ സന്തോഷം എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഇല്ല അല്ലേ. അതെ, അപ്പം നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോഴോ കിങ് ഓഫ് കപ്സ് ആൻഡ് ക്വീൻ ഓഫ് വോൺസ് ആണ്. സോ നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ ആ സ്നേഹം, പാഷൻ, ഫീലിങ്സ്, ഇമോഷൻസ് ഒക്കെയാണ് ഇവിടെ വരുന്നത്. സോ നിങ്ങളെക്കുറിച്ചാണ് അവർ ആലോചിക്കുന്നത്. ഇവിടെയൊക്കെ ഇനി താഴേക്ക് നോക്കുമ്പോൾ ഒക്കെ പോസിറ്റീവാണ്. നേരത്തെ നോക്കുമ്പോൾ എന്തായിരുന്നു, ഫുൾ നെഗറ്റീവ് ആയിരുന്നു വരുന്നുണ്ടായിരുന്നു. ഇപ്പോൾ നോക്കുമ്പോൾ എല്ലാം പോസിറ്റീവ് ആയിട്ടുണ്ട് അല്ലേ. സോ അതാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളോടുള്ള ഫീലിങ്സ് ആണ് ഇവിടെ വളരെ മേലെ നിൽക്കുന്നത് അവരുടെ മനസ്സിൽ. ഓക്കെ, നിങ്ങളില്ലാതെ അവർ ഹാപ്പി ആണോ എന്ന് നിങ്ങൾ ഒരിക്കലും തോന്നണ്ട. അവർ ഹാപ്പി അല്ല, തീർച്ചയായിട്ടും ഹാപ്പി അല്ല. നിങ്ങളുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അവർ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. എപ്പോഴാണ് നിങ്ങളോടൊന്ന് സംസാരിക്കാൻ പറ്റുക, എങ്ങനെയെങ്കിലും ഒരു അവസരം കിട്ടുമോ എന്നൊക്കെ നോക്കിയിട്ടാണ് നിൽക്കുന്നത്. എങ്ങാനും തെറ്റിപ്പിരിഞ്ഞൊക്കെ പോയതാണെങ്കിൽ അവർ എത്രയും വേഗം നിങ്ങളുടെ അടുത്തേക്ക് എങ്ങനെയെങ്കിലും ഒരു അവസരം കിട്ടണം, യൂണിവേഴ്സായിട്ടൊരു അവസരം തരുമോ എന്ന് വിചാരിക്കുന്നുണ്ട്. അല്ലാതെ ജസ്റ്റ് നിങ്ങളുടെ അടുത്തൊന്ന് അകന്ന് നിൽക്കുകയാണെങ്കിൽ തന്നെ അവർ എത്രയും വേഗം നിങ്ങളുടെ അടുത്തേക്ക് വരാനാണ് ആഗ്രഹിക്കുന്നത്. ഓക്കെ, ഒരു കമ്മ്യൂണിക്കേഷൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അധികം സംസാരമില്ലാത്തവരാണെങ്കിൽ നിങ്ങളോട് ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യാൻ വരും. ഓക്കെ, ചിലപ്പോൾ അവർ പറയുന്നത് മേ ബി നിങ്ങളോട് ഒരുപാട് വലിയ തുറന്ന് എക്സ്പ്രസ് ചെയ്യണം എന്നില്ല. ഓക്കെ, അപ്പോൾ സംസാരിച്ച് വരുമ്പോൾ ഹായ് ഹലോ മാത്രം പറഞ്ഞ് വരുമായിരിക്കും. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതാണ്, ദാറ്റ് അവർ അത്രയെങ്കിലും അവർ ചെയ്യുന്നുണ്ടെങ്കിൽ എവിടെയോ ആ ഫീലിങ്സ് ഉള്ളത് കൊണ്ടാണ് അവർ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് എന്ന്. ഓക്കെ, സോ നിങ്ങളില്ലാതെ അവർ ഹാപ്പി ഒന്നുമല്ല. തീർച്ചയായിട്ടും അവരെന്തൊക്കെ കാണിച്ച് നടന്നാലും ശരി, ഇവിടെ നിങ്ങളുടെ അടുത്ത് വരുമ്പോഴേ ആ ഒരു സന്തോഷവും ഫീലിങ്സും ഇമോഷൻസും ഒക്കെ ഉള്ളൂ. ഓക്കെ, ആ സ്ട്രെസ്സൊക്കെ അവരനുഭവിക്കേണ്ടതാണ്. അതാണ് അവർ പഠിക്കാനുണ്ട് ചില ലെസൺസ്. എവിടെയാണ് ശരിക്കുള്ള റിയൽ സ്നേഹം എന്നുള്ളതൊക്കെ അവർ പഠിക്കാനുണ്ട്. അതാണ് കാര്യം. ഓക്കെ, മനസ്സിലാക്കട്ടെ. ഇതിൽ നിന്ന് എന്താ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് എന്താണ് വരുന്നത് നോക്കാം. Guilt, sabotage, self-love, creation, intention, assistance, growth, summer. Okay, control tactics and compassion. Okay. ഓക്കെ, റിസീവ്, ഓപ്പൺ, അട്രാക്ഷൻ. ഓക്കെ, നിങ്ങൾ തമ്മിൽ അത്രയും അട്രാക്ഷൻ ഉണ്ട്. ഓക്കെ, അവർക്ക് നിങ്ങളെ വിട്ടു നിൽക്കാൻ പറ്റുമൊന്നുമില്ല. നിങ്ങളുടെ അടുത്തേക്ക് വരണം എന്ന രീതിക്ക് തന്നെയാണ് അവരുടെ ഫീലിങ്സ്. ഓക്കെ, നിങ്ങളോട് പറയുന്നത് ഓപ്പൺ ടു റിസീവ് ദ ബ്ലെസ്സിങ്സ് ആണ്. യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സ് നിങ്ങൾ റിസീവ് ചെയ്യാൻ നിങ്ങൾ തയ്യാറാവുക. ഓക്കെ, നിങ്ങൾ ട്രസ്റ്റ് വെക്കുക യൂണിവേഴ്സിൽ. ദാറ്റ് ഈ റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് എന്താ പറയുക, യൂണിവേഴ്സ് തരുന്ന ഒരു ബ്ലെസ്സിങ് ആയിട്ട് തന്നെ നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാവുക. ഗിൽട്ട്, സബോട്ടേജ്, നിങ്ങളുടെ പേഴ്സൺ നല്ലോണം ഗിൽട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അവർക്ക് ഗിൽറ്റി ആയിട്ട് തോന്നുന്നുണ്ട്. അവർക്ക് നിങ്ങളെ വിട്ട് മാറിപ്പോയിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ തേർഡ് പാർട്ടി ഇടയിൽ വന്നതാണെങ്കിലും ശരി,
എന്ത് തന്നെ ആയാലും ശരി, നിങ്ങളെ ഒന്ന് മാറ്റി നിർത്തി തേർഡ് പാർട്ടിയോട് അടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് അതിൻ്റെ ഒരു വിഷമം തീർച്ചയായിട്ടും ഉണ്ട്. അവരെ മനസ്സിൽ ആ ഗിൽറ്റി ഫീലിംഗ് ഉണ്ട് അവർക്ക്. ഓക്കെ, അവർക്ക് തോന്നുന്നുണ്ട് അവരായിട്ട് തന്നെ റിലേഷൻഷിപ്പ്, നിങ്ങളുടെ നല്ല റിലേഷൻഷിപ്പ് കേടുവരുത്തി എന്ന രീതിക്കൊക്കെ അവർക്ക് ഫീലിംഗ് ഉണ്ട്. സെൽഫ് ലവ് ഇൻറ്റൻഷൻസ് ക്രിയേഷൻ എന്നൊക്കെയാണ്. സെൽഫ് ലവ് ക്രിയേഷൻ എന്ന് പറയാം. നിങ്ങളോട് പറയുന്നത് ഇതൊരു അഡ്വൈസായിട്ട് നിങ്ങൾ എടുക്കാം. നിങ്ങൾ സെൽഫ് ലവിലേക്ക് വരാം. ഓക്കെ, നിങ്ങൾ അവനവനെ സ്നേഹിച്ചു തുടങ്ങാം. ഓക്കെ, ഒരു പേഴ്സണ് വേറൊരാൾക്ക് വേണ്ടി അവർ വരട്ടെ എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്ത് നിങ്ങളെ ലൈഫ് കളയാനുള്ളതല്ല. നിങ്ങൾ നിങ്ങളുടെ സെൽഫ് വർത്ത് റിയലൈസ് ചെയ്യുക, സെൽഫ് വാല്യൂ റിയലൈസ് ചെയ്യുക. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോവുക. ഒരു പേഴ്സൺ നിങ്ങളെ അവോയ്ഡ് ചെയ്ത് നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി നടക്കാം. ഓക്കെ, അതിന് പിന്നാലെ ചേസ് ചെയ്ത് പോകാതിരിക്കുക. ഓക്കെ, ആൻഡ് അസിസ്റ്റൻസ് നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ യൂണിവേഴ്സ് ഉണ്ട്. സ്പിരിറ്റ് ഗൈഡ്സ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. യൂണിവേഴ്സ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ സിറ്റുവേഷൻ എന്ത് തന്നെ ആയാലും ശരി, അതിൽ നിങ്ങൾക്ക് എപ്പോഴും യൂണിവേഴ്സിൻ്റെ പ്രൊട്ടക്ഷൻ നിങ്ങൾക്കുണ്ട്, ഒരു ഹെൽപ്പ് നിങ്ങൾക്കുണ്ട്. ഓക്കെ, ആൻഡ് ഗ്രോത്ത് കാണുന്നുണ്ട് ഇവിടെ. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഗ്രോത്ത് വരും എന്ന രീതിക്ക് പറയാം. ഓക്കെ, അവർ ചില കാര്യങ്ങൾ പക്ഷെ മനസ്സിലാക്കാനുണ്ട്, ചിലത് മനസ്സിലാക്കിയിട്ട് അവർ മാറ്റങ്ങൾ വരുത്താനുണ്ട് അല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു സമയം എടുക്കും, പക്ഷെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഗ്രോത്ത് കാണും എന്നാണ് പറയുന്നത്. സ്റ്റെബിലിറ്റി വരും, നിങ്ങൾ തമ്മിൽ ഒരു സ്റ്റെബിലിറ്റി, പീസ്ഫുള്ളായിട്ട് നിങ്ങൾ തമ്മിൽ മുന്നോട്ട് പോകാൻ സാധിക്കും എന്നൊക്കെയാണ്. പക്ഷേ എപ്പോഴും ഇത് നിങ്ങൾ അങ്ങോട്ട് ഒരുപാട് കോഡിപ്പെൻഡൻ്റ് ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഇതൊരിക്കലും നടക്കില്ല. നിങ്ങൾ നിങ്ങളുടെ വാല്യൂ നിങ്ങൾ തന്നെ മനസ്സിലാക്കി നിങ്ങളത് അവർക്ക് ആ പേഴ്സൺ റിയലൈസ് ചെയ്യണം. അവരെന്താ നഷ്ടപ്പെടുന്നതെന്ന് അവർ റിയലൈസ് ചെയ്യണം. അതിന് നിങ്ങളുടെ വാല്യൂ നിങ്ങൾ മനസ്സിലാക്കിയേ പറ്റൂ. എന്നാൽ മാത്രമേ ചില മാറ്റങ്ങൾ വരുള്ളൂ. അതുകൂടിയുണ്ട്. ആൻഡ് കൺട്രോൾ ടാക്ടിക്സ്, നിങ്ങളുടെ പേഴ്സണിനെ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു തേർഡ് പാർട്ടി കൺട്രോൾ ചെയ്ത് വെക്കുന്നതായിരിക്കാം. ഓക്കെ, അതുകൊണ്ട് അവർ ആ സിറ്റുവേഷനിൽ സ്റ്റക്കാണ് എന്ന് തന്നെയാണ് കാണുന്നത്. ഓക്കെ, ആൻഡ് ന്യൂച്ചർ ആൻഡ് കമ്പാഷൻ, അവർക്ക് സ്നേഹവും കെയറും കമ്പാഷനും ഒക്കെ കിട്ടുന്നത് നിങ്ങളുടെ അടുത്ത് നിന്നാണ് ശരിക്കും പറഞ്ഞാൽ. ഓക്കെ, തേർഡ് പാർട്ടിയുമായിട്ട് ഹാപ്പിയൊക്കെ ആയിട്ട് അവർ കാണിക്കുന്നുണ്ട്, പക്ഷെ എവിടെയോ അവർക്ക് കിട്ടേണ്ട ആ ഒരു സ്നേഹം കെയർ ഒക്കെ കൊടുക്കുന്നത് നിങ്ങളാണ്. അത് അവർക്ക് നന്നായിട്ട് അറിയാം. ഓക്കെ, അതുകൊണ്ട് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് മുന്നോട്ട് ഗ്രോ ചെയ്യും തീർച്ചയായിട്ടും. ഇപ്പോൾ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ നിങ്ങളുടെ പേഴ്സണിന് ഹാപ്പി ആയിട്ടൊന്നല്ല അവരിയ്ക്കുന്നത്. നിങ്ങളെ വിട്ട് മാറി നിൽക്കുന്നുണ്ടെങ്കിൽ അവർക്ക് അതിൻ്റെ റിഗ്രറ്റ് ഉണ്ട് നിങ്ങളെ വിട്ട് നിൽക്കുന്നതിൻ്റെ. ഓക്കെ, യൂണിവേഴ്സ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും നിങ്ങളുടെ സിറ്റുവേഷൻ മാറ്റിയെടുക്കാൻ. പക്ഷേ ഈ കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ നിങ്ങളുടെ ലൈഫ് നിങ്ങളുടെ കയ്യിലേക്ക് എടുക്കാം. ഓക്കെ, എത്ര സ്നേഹമുണ്ടെന്ന് നിങ്ങൾ ദൂരെ ഇരുന്ന് അവരെ ലൈഫിൽ എന്താണെന്ന് വെച്ചാൽ അവരായിക്കോട്ടെ എന്ന് പറഞ്ഞ് നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കൂ. വിട്ടുകൊടുക്കൂ യൂണിവേഴ്സിന്. ഓക്കെ, കാരണം അവർ ചില ലെസൺസ് പഠിക്കണമെങ്കിൽ നിങ്ങളിങ്ങനെ പിന്നാലെ നിൽക്കുമ്പോൾ അവർക്ക് ഒരിക്കലും നിങ്ങളുടെ വാല്യൂ മനസ്സിലാവില്ല. ഓക്കെ, അത് നമ്മളൊരു ആരെയും നമ്മൾ വേദനിപ്പിക്കാനോ ഉപദ്രവിക്കാനോ അല്ല, പക്ഷെ അവിടെ ചില കാര്യങ്ങൾ ആവശ്യമാണ്. നിങ്ങളിങ്ങനെ നിന്ന് കഴിഞ്ഞാൽ അവരെപ്പോഴും തോന്നുമോ ഞാൻ എപ്പോൾ വന്നാലും ഇവരിവിടെ ഉണ്ട് എന്ന രീതിക്ക് അവർക്ക് തോന്നിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് നിങ്ങളുടെ വാല്യൂ അവർ മനസ്സിലാക്കുക? ഓക്കെ, അത് നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ ഭാഗത്തു നിന്നൊരു ചേഞ്ച് കൂടി ആവശ്യമാണ് ഇവിടെ. ഓക്കെ, അത് ചെയ്യുമ്പോഴേക്ക് മാറ്റങ്ങൾ വരുള്ളൂ. ഓക്കെ, പക്ഷേ റിലേഷൻഷിപ്പ് അവർക്ക് ഫീലിങ്സ് ഉണ്ട് നിങ്ങളോട്. നിങ്ങളെ വിട്ടേക്കുമ്പോൾ അവർ ഹാപ്പി ഒന്നുമല്ല. ഓക്കെ, അവരെത്രയും വേഗം വരും നിങ്ങളുടെ അടുത്തേക്ക്. പക്ഷെ നിങ്ങൾ കൂടി ഒന്ന് സ്ട്രോങ് ആയിട്ട് നിങ്ങൾ നിൽക്കാൻ പഠിക്കണം. ഓക്കെ, എല്ലാവർക്കും നല്ല രസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.